യേശുക്രിസ്തുവേ, ഈ മക്കളുടെ ഹൃദയത്തിൻ്റെ ഉള്ളിൽ അങ്ങയെക്കുറിച്ച് കിടക്കുന്ന മുൻവിധികളും മുൻധാരണകളും ഞാൻ അങ്ങേക്ക് സമർപ്പിക്കുന്നു. അവയെല്ലാം അങ്ങ് ഏറ്റെടുക്കാൻ വേണ്ടി പ്രാർത്ഥിക്കുന്നു. ഞങ്ങൾക്ക് ഇഷ്ടമുള്ള വഴി കൂടിയാണ് ഞങ്ങൾ ജീവിക്കുന്നത്. ഞങ്ങൾക്ക് ഇഷ്ടമുള്ളത് ഞങ്ങൾ തീരുമാനിക്കുന്നു. സഭയുടെ അനുസരണത്തിൽ, തിരുവചനങ്ങളുടെ അനുസരണത്തിൽ ജീവിക്കണം എന്ന് പറയുന്നതിൻ്റെ ആവശ്യകത ഞങ്ങൾ തിരിച്ചറിയുന്നു. ഒരിക്കലും ഭക്ഷിക്കരുതെന്ന് പറയുന്ന ആ ഫലത്തിലേക്ക് എത്തിച്ചേരാതിരിക്കാൻ വേണ്ടിയാണ് സഭ നിയമങ്ങളും ചട്ടങ്ങളും പാരമ്പര്യങ്ങളും മറ്റും ഞങ്ങൾക്ക് വേണ്ടി വെച്ചിരിക്കുന്നത്. സഭയിലെ ഓരോ നിയമങ്ങളും ചട്ടങ്ങളും കൂദാശകളിലുള്ള അനുസരണങ്ങളുമൊക്കെ ഞങ്ങൾ പോലും അറിയാതെ ജീവന്റെ വഴിയിലേക്ക് ഞങ്ങൾ പിടിച്ചടിപ്പിക്കുന്നു. എന്നാൽ ഇപ്പോൾ ഞങ്ങൾ അതിൽ നിന്നൊക്കെ പലപ്പോഴും വ്യതിചലിച്ച് ചിലതൊക്കെ ഞങ്ങൾക്ക് അരോചകമായിട്ട് ചിലപ്പോൾ അനുഭവപ്പെടാറുണ്ട്. ചില നിയമങ്ങൾ, ചില പുരോഹിതന്മാരുടെ കർക്കശമായ പെരുമാറ്റങ്ങൾ, അവർക്ക് വേണ്ടി അനുസരിക്കേണ്ടി വരുന്ന ചില അവസരങ്ങൾ, ഇവിടെയൊക്കെ നമ്മൾ ഇറിറ്റേറ്റഡ് ആകാറുണ്ട്. സത്യത്തിൽ നമ്മൾ പോലും അറിയാതെ ദൈവം നമ്മളെ പാപവഴിയിൽ നിന്നും വീണു പോകാതെ വിശുദ്ധരാകാൻ വേണ്ടി നമ്മളെ തിരഞ്ഞെടുത്തിരിക്കുന്നതിൻ്റെ, നമ്മളെ നയിക്കുന്നതിൻ്റെ ലക്ഷണങ്ങളാണ് നമ്മളിതിൽ കാണുന്നതൊക്കെ. എൻ്റെ കർത്താവെ, ഞങ്ങളെ ഒന്ന് തൊടണമേ, സ്പർശിക്കണമേ, പുതിയ വ്യക്തികളാക്കി ഞങ്ങളെ മാറ്റണമേ. പഴയ മനുഷ്യനെ ഉരിഞ്ഞു കളയാം, മുൻവിധികളും മുൻധാരണവും ഞങ്ങളുടെ ഉള്ളിൽ നിന്ന് അടച്ചു മാറ്റാം. ബുദ്ധിക്കപ്പുറത്ത് ഞങ്ങളുടെ തലച്ചോറിൽ അടിഞ്ഞുകൂടിയിരിക്കുന്ന തെറ്റായ കാഴ്ചപ്പാടുകൾ, മനോഭാവങ്ങൾക്കപ്പുറത്ത് ദൈവത്തിൻ്റെ തിരുവചനങ്ങളോട് വിശ്വസ്തത പുലർത്താനുള്ള പ്രത്യേക അഭിഷേകം ഞങ്ങൾക്ക് നൽകി ഞങ്ങളെ സഹായിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. പരിശുദ്ധ അമ്മയുടെ ദിവ്യ മാധ്യസ്ഥത ഞങ്ങൾ തേടി പ്രാർത്ഥിക്കുന്നു. പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധ റൂഹായുടെ നാമത്തിൽ തന്നെ ആമേൻ. ഒരു ഗാനം പാടി